നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് സംസാരിച്ചത്. എല്ലാവരും അവിടെ നിന്ന് മുഖം ചോദിക്കുന്നുണ്ട്, എന്താണ് വിളിക്കുന്നത്? നമ്മളെല്ലാവരും മലയാളി പ്രേക്ഷകർ ഒന്നടക്കം ജനപ്രിയ നായകൻ എന്ന സ്നേഹത്തോടെ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വേഷം തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിൽ എത്തിയാൽ നമ്മൾ പലരും ചിരിച്ചു തുടങ്ങും. പക്ഷെ ചിരിയോടൊപ്പം തന്നെ സീരിയസ് റോൾസും ആക്ഷനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത്. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ ആക്കുന്ന സാറ്. പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പ്രവേശിക്കുന്നത്. അപ്പൊ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക്, ഇപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിലെ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി വന്ന് എറണാകുളം ജില്ല, പിന്നെ അമൃത്തി പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയുള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദന, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ്. അയാളുടെ
പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പൊ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്ന പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങള് ഇടയ്ക്ക് 3 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിലെ സിനിമ അവരാവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അച്ചുമൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പൊ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമി, പിന്നെ മിനു ഒക്കെ വോയിസ് സത്യനാല് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംശയമാനൊക്കെയുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളിയല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധീരനായ. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കൂടെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാളാണ്, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിൽ കാണണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാനെന്നത് പറയുന്നത് ഈ സിനിമയിൽ അജ്മൽ പറഞ്ഞത് നമ്മളോടുകൂടിയുള്ള സ്നേഹത്തിന്റെ പുറത്തു കൂടിയാണ് എന്നുള്ള പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് മരിക്കുകയും ചെയ്താണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോ അദ്ദേഹത്തിന്റെ അപരനായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ സമ്പത്ത് സാറും അതുപോലെ തന്നെ ജോൺ ബേരി. ബ്രദർ പോയിട്ടില്ല, വരുമാ അതൊരു 1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായത്. ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എല്ലാവരും കൂടി കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഫിലിംസ് ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്ജോ പറഞ്ഞത് ശരിയാണ്. അതിൽ മമാസ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പരിചയം ജിബിൻ, അരുൺ ഞങ്ങളുടെ സുഹൃത്ബന്ധമാണ്. അതിൽ അസീസ്, ഞങ്ങൾ 4 പേരുമാണ് ഇതിൽ സുഹൃത്ത്, 4-5 പേര്, സുദേവടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും
ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട, പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മുടെ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് എ ലോട്ട്. Thanks a lot, thanks a lot for joining us. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സിനിമയിലെ നായകനായിട്ട് വായിച്ച് അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാം. അതൊരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ തുടങ്ങിയതാണ്. ഇപ്പോ പ്രതീക്ഷനാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത്. ഇപ്പോ ദിലീപേട്ടൻ ഏറ്റവും സമയം ദിലീപേട്ടൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവർ നന്ദി പറഞ്ഞതും. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം. അല്ല, ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷേ ഞാൻ പറയാൻ വിട്ടു, വിളിച്ച് നന്നായി. നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതില് എല്ലാം ഒരുക്കി കൊടുത്ത മനോജ്. ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചോന്ന മണിയനെ അറിയാലോ. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോസാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ മണിയാണ്. പിന്നെ അവരുടെ സഹോദരൻ സന്തോഷ് ഭായ്, ഐ ആം സോ സോറി പറയാൻ പറ്റില്ല, കാരണം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. രമ്യൊക്കെ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയ കരാട്ടെ ജൂഡൊക്കെ അറിയാവുന്ന നീട്ട സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഒരു പുതിയൊരു കോമ്പിനേഷൻ? കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, അതാണ് പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് ഈ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക്, ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ടുണ്ടപ്പോൾ എന്റെ കണ്ണറിയേണ്ടതാണ്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്. പക്ഷെ എന്നാലും അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ, അവരോടൊക്കെ നന്ദി പറയണം. വിധു അല്ല, സോറി, റഹ്മാൻ, എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദനാണ്. ദേവാനന്ദ പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീസോളം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു. അവർ ഇവരെ ഇടക്കിടയ്ക്ക് പേര് മാറ്റുന്നത് നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേട്ടൻ ഞാൻ പേര് പറ്റി ദേവാനന്ദം ആക്കിയത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോ പറയണം. ഇനി മാറ്റില്ല, ഫിക്സ്. ഓക്കെ, ഡൺ. ആള് വിചാരിക്കണം മാറ്റുണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രമോഷന്റെ പരിപാടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ട് വെളിവ് പോയിട്ട് നിൽക്കുന്നത് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രമോഷൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ മാർച്ച് 7 തിയേറ്ററിലെത്തും. അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പോ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാൻ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടു, എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹനായിട്ടും സൗണ്ട് തോമയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിച്ച റോഷൻ. എന്നെ സോ സോറി. എന്റെ വളരെ അത്രയും കഴിവുള്ള മേക്കമാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ ആം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസ് ആയി. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലിസ്റ്റിൻ ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇവിടെ വിട്ടുപോയില്ല. ഓക്കെ, സുൽത്താനോടല്ലേ സംശയം ചോദിക്കുന്നത്? ഉറപ്പല്ലേ? നമ്മൾ ജോൺ ബ്രദർ വന്നിട്ടില്ല. സാർ, അത് ഡ്രസ്സെല്ലാം എങ്ങനെ പോയിച്ചു സാർ? അത് ഞാൻ വാങ്ങിച്ചു. தேங்க்யூ. எல்லாமே வந்து ஒரு ட்ரெஸ் தான் போடுவேன். அண்ணன் படத்துக்காக 2 ட்ரெஸ் வாங்கிட்டேன்.
ரொம்ப பாப்புலர் இந்த படத்துக்கு அப்புறம் அண்ணன் லவ் பண்ணாரு. Love you, brother. I love you man. Thank you so much. Thanks a lot, Oliver. Thanks a lot for joining us. So in the event തുടങ്ങിയ ഒരു മൊമെന്റ് മുതൽ നമ്മൾ പറയുന്നതാണ് the tagline is welcome to the audio launch event. So audio launch ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരിക്കൽ കൂടി ഇനി നമ്മുടെ കാസ്റ്റ് ക്രൂ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We are all set for that very happening moment. And നമുക്കറിയാം നമ്മുടെ ഈ ഒരു മൂവിയുടെ തങ്കമണിയുടെ ഓഡിയോ റൈറ്റ്സ് സൈനിക് ആണ്. സോ സൈനിക് മിസ്റ്റർ ആഷിഖ് is there. So മിസ്റ്റർ ആഷിഖിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കഴിവുണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And this is the time. പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയുടെ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് Ashik, can I request you to get the discography? There we go. And revealing the Joshi sir and son. Let's do it. With all your permission, ladies and gentlemen, yeah, this is the moment. We are revealing the discography of Thangamani. There we go. Our entire cast and crew ഒന്ന് ചേർന്ന് നിൽക്കണം. Let's take a beautiful picture. എല്ലാവരും ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And let's capture this moment. ഇന്നത്തെ ഈ ദിവസത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നതിനും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്തതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. So ladies and gentlemen, I will say thank you, thanks a lot. കാരണം നമുക്കറിയാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കണ്ടേ. That is very important, right? അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റില്ല. So I will request all of you to get back to the seats because we are moving on to the song